വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിലെ സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മേപ്പാടി സ്കൂളിലാണ് പഠന സൗകര്യം. മേപ്പാടി സ്കൂളിലേതടക്കം മുഴുവൻ ദുരിതാശ്വാസ ക്യാമ്പുകളും ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ KSRTC സൗകര്യം ഏർപ്പെടുത്തുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷ തേടിയെത്തിയ ആളുകൾ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കും. ഇനി 3 കുടുംബങ്ങൾ മാത്രമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മേപ്പാടിയിലെയും കൽപ്പറ്റയിലെയും റിപ്പണിലെയും എല്ലാം തന്നെ കോട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ പൂർണ്ണമായും അടയ്ക്കുമെന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ 30-ാം തീയതി ആണ് 30-ാം തീയതി പാതിരയോടുകൂടിയാണ് വലിയ ഉരുൾപൊട്ടലുണ്ടായത്. നിരവധി ആളുകൾ മരിച്ചു. ഇപ്പോഴും 100-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട്. എന്തായാലും അതിൻ്റെ തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയണം. ഭാഗികമായുള്ളൊരു തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെ യഥാസമയം അവർ വാടക വീടുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകളും മറ്റും സ്പോൺസർമാരുടെ സഹായത്തോടു കൂടി എത്തിച്ചു നൽകുന്നുണ്ട് എന്നും മന്ത്രി രാജൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ തുറക്കും. അതായത് ഈ വെള്ളരിമലയിലെ സ്കൂളിലുള്ള വെള്ളാർമല സ്കൂളിലുള്ള കുട്ടികളെ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് കൊണ്ടുവരുന്നത്. മുഴുവൻ കുട്ടികൾക്കും അവിടെ നിന്ന്, അതായത് ഇപ്പോൾ വാടക വീടുകളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നതിന് KSRTC സർവീസ് സൗജന്യമായി കുട്ടികളെ എത്തിക്കും. അതിന് പ്രത്യേകം KSRTC സർവീസുകൾ തുടങ്ങും എന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ ക്യാമ്പുകൾ ഇന്നത്തോടുകൂടി ഏതാണ്ട് തീരുകയാണ്. അതായത് നമുക്കിപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 കുടുംബങ്ങൾ കൂടി പോയാൽ നമുക്ക് ക്യാമ്പുകൾ പൂർണ്ണമായിട്ട് അവസാനിക്കാൻ പറ്റും. അപ്പോൾ തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ ആരംഭിക്കാം. വേറെ പ്രയാസം ഉണ്ടാകില്ല. ഈ തിങ്കളാഴ്ച മുതൽ മറ്റന്നാൾ മുതൽ സ്കൂളുകൾ ആരംഭിക്കാം. ഒപ്പം തന്നെ സെപ്റ്റംബർ 2-ന് വയനാട് ജില്ലയിൽ ഒരു പ്രവേശനോത്സവം, സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കാരണം വയനാട് വലിയ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കുൾപ്പെടെ സ്കൂളിലെത്താൻ അവരെ താല്പര്യം തോന്നുന്ന രീതിയിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൽ ജനപ്രതിനിധികളും പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുക. അതിൽ മേപ്പാടി സ്കൂളിലായിരിക്കും പ്രധാന പരിപാടികൾ. ഒപ്പം തന്നെ ഈ വെള്ളാർമല സ്കൂളിലുള്ള അധ്യാപകരെ പുനർവിന്യസിപ്പിക്കുന്നതിനുള്ള നടപടികളും ഉടൻ തന്നെ ഉണ്ടാവും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ താൽക്കാലിക പുനരധിവാസം, അതായത് ഈ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ വാടക വീടുകളിലേക്ക് മാറ്റിയത്. ഇവർക്ക് 6,000 രൂപ സർക്കാർ നൽകുന്നുണ്ട് വാടക ഇനത്തിൽ. അത് ഈ ശാശ്വതമായ പുനരധിവാസം നടക്കുന്നത് വരെ ആ തുക നൽകും എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അതായത് ഈ ഉരുൾപൊട്ടലിൽ ഇവർക്ക് നഷ്ടപ്പെട്ട രേഖകളും മറ്റും സംഘടിപ്പിക്കുന്നു. ആ രേഖകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് യഥാസമയം ഓരോ വകുപ്പ് മേധാവികളുമായി സംസാരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടി ഉൾപ്പെടെ ഉണ്ടാവും. എന്തായാലും സ്കൂളുകൾ തുറക്കാൻ പോകുന്നു. വയനാട് പഴയ രീതിയിലേക്ക്, സാധാരണ നിലയിലേക്ക് പോകുന്നു. എങ്കിലും ഭയം ഇപ്പോഴും കുട്ടികൾക്കുള്ളിലുണ്ട്. അതുപോലെ തന്നെ വലിയ ആളുകൾക്കിടയിലുമുണ്ട്. അത് കൃത്യമായുള്ള കൗൺസിലിങ്ങും മറ്റും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കുട്ടികൾ സ്കൂളിലെത്തുന്നതോടുകൂടി കൂടുതൽ അവരുടെ മാനസിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും.